ഇൻഗ്രീഡിയൻസ് നമുക്ക് പുതിയ ചെയ്തേണ്ട വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഐറ്റം വരുന്ന ഇതാട്ടോ. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്ന ഐറ്റമാണ്. ഭയങ്കര അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗണിൻ്റെ ഷെയ്ഡ്. കോമൺ ആയിട്ട് നമുക്ക് ബ്രൗൺ അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് സാധാരണ വരുന്ന ബ്രൗണിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് ഈ മെറ്റീരിയലിൻ്റെയാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിചിത്ര ലുക്കൊക്കെ തോന്നിക്കില്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്പി സിൽക്ക് എന്ന് പറഞ്ഞ് വരുന്ന ഫാബ്രിക് ആട്ടോ. അപ്പോൾ അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ വിചിത്രയെക്കാളും ചെറിയൊരു സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കാണ്. ഒരു ക്രിസ്പി ടൈപ്പ് ലുക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മോഡൽ ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വർക്കിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെറിയ ചെറിയ വില വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു യോക്ക് പോർഷനിൽ ഇതുപോലെ സ്ക്വയർ പാറ്റേണിൽ കൊടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കളറിൻ്റെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ നോർമൽ ബ്രൗൺ അല്ല കേട്ടോ. ശരിക്കും ഡാർക്ക് വൈൻ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി കൂടുതൽ വരുന്നത്. ഒരു വർക്കിൻ്റെ കോമ്പിനേഷൻ്റെ ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ വൺ സൈഡിലും ആ സെയിം വർക്ക് തന്നെ വരും. അപ്പോൾ ഇത് മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ ദുപ്പട്ടയ്ക്കും കൊടുത്തേക്കുന്നത്. നല്ലതായിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. എന്നാൽ ജോർജറ്റ് പോലെ അങ്ങനെ അങ്ങ് ഒഴുകി പോകത്തില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൽ ഫുൾ ബോർഡേഴ്സ് ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, ഈ സെയിം കളർ തന്നെയാണ്. നമ്പർ വരുന്നത് E871, റേറ്റ് 1290 രൂപ മാത്രമേ ഉള്ളൂ. 1290. രണ്ടാമത്തെ ഷെയ്ഡ് കേട്ടോ. ഭയങ്കര രസമാണ്. കളേഴ്സ് കട്ടിപൊളി അതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂവിൻ്റെ കളറാട്ടോ. ഈ കളറിന് ചെറിയ വ്യത്യാസം കാണും, പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും സെയിം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ സ്ക്വയർ പാറ്റേണിലാണ് സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ സ്ക്വയർ പാറ്റേണിൽ ഇങ്ങനെ നൈസായിട്ട് വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ച് തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ആ മെറ്റീരിയലും ആ വർക്ക് വന്നിട്ട് മാച്ച് ആവുന്നുണ്ട്. ദുപ്പട്ടയ്ക്കകത്താണെങ്കിലും സിമ്പിൾ വർക്കല്ല, കുറച്ചുകൂടെ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ കുറച്ച് ഫ്ലവർ ഡിസൈനായിട്ട് ത്രെഡിൻ്റെ ഡിസൈനോടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉള്ള മോഡലാണ് കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂവിൽ വരുന്നത്. ഞാൻ പറഞ്ഞ ജോർജറ്റ് പോലെ അത്രയും അത്യാവശ്യം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഒഴുകി പോകത്തുമില്ല. നല്ല ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് E870, റേറ്റ് 1290, 1290. പിന്നെ അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. ഈ കളറിനെ പറ്റി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ഭംഗിയുള്ള ഷെയ്ഡാണെന്നുള്ളത്. ഇത് ശരിക്കും ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബീട്രൂട്ട് കൂടിയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അടിപൊളി ഐറ്റമാണ്. കാരണം എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നും മെച്ചെന്ന് പറയാം, അത്രയും നല്ല ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള നല്ല ഷെയ്ഡ്സ്. അപ്പോൾ ഇത് ദുപ്പട്ടയും സെയിം തന്നെ രീതിയിൽ ചെറിയ ലേസ് വർക്ക് ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിൽ അത്യാവശ്യം ഹാൻഡ് വർക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് B872, റേറ്റ് 1290, 1290. നാലാമത്തെ ഷെയ്ഡ് ഡാർക്ക് വൈൻ കളറാണ്. ഇതാട്ടോ അതിൻ്റെ മാച്ചിങ് വരുന്നത്. ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കളേഴ്സ് എല്ലാം കാണാനായിട്ട്. പിന്നെ ദുപ്പട്ടയുടെ ഡിസൈൻ ഇതുപോലെ സെയിം തന്നെ രീതിയിലാട്ടോ. ഒരു വൈറ്റ്, ചെറിയൊരു ഓഫ് വൈറ്റ് കളറിലും ഉണ്ട്. പിന്നെ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് ഇതുപോലെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഫാബ്രിക്കാണ്. പിന്നെ ഇത്ര നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് ലൈനിങ് നിങ്ങൾ കൊടുക്കുമ്പോൾ നോക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഭയങ്കര എന്ന് വെച്ചാൽ ഈ കോട്ടൻ്റെ ഒക്കെ ലൈനിങ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു കളറിൻ്റെ പ്രശ്നം കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മെറ്റീരിയലിന് പ്രത്യേകിച്ച് കളർ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ഇത്രയും നല്ല ഡാർക്ക് ഷെയ്ഡിലായതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ് ശ്രദ്ധിച്ചോളുക. അല്ലെങ്കിൽ ഒരു ക്രേപ്പ് മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാറ്റിൻ തന്നെ കൊടുത്താലും മതി ലൈനിങ് ആയിട്ട്. അതാകുമ്പോൾ പിന്നെ ആ ഒരു മെറ്റീരിയലുമായിട്ട് മാച്ച് ആയി പോവുകയും ചെയ്യും. അങ്ങനെ ചുരുങ്ങുന്ന പ്രശ്നം വരത്തുമില്ല. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂവിൽ വരുന്നത്. നമ്പർ വരുന്നത് E873, റേറ്റ് 1290 മാത്രമേ ഉള്ളൂ. 1290.